സ്പേസ് ഹ്യൂമാനിറ്റിയെ ഇപ്പോഴും അമ്പരിപ്പിക്കുന്ന വണ്ടേഴ്സും മിസ്റ്ററീസും നിറഞ്ഞ അനന്തമായ ശൂന്യത. സീക്രട്ട് മൂൺ ബേസസ് മുതൽ ചൊവ്വയിലെ ഏലിയൻ സൈറ്റിങ്സ് വരെ യൂണിവേഴ്സ് നമ്മുടെ ധാരണയെ വെല്ലുവിളിക്കുന്ന രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ 5 അൺസോൾവ്ഡ് സ്പേസ് മിസ്റ്ററീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബക്കിൾ അപ്പ് ഫോർ എ മൈൻഡ് ബെൻഡിങ് ജേർണി ഇൻ ടു ദി അൺനോൺ. നമ്മുടെ ക്ലോസസ്റ്റ് സെലസ്ഷ്യൽ നൈബറായ ചന്ദ്രനിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഒരു സീക്രട്ട് മൂൺ ബേസിനെ കുറിച്ചുള്ള റൂമേഴ്സ് പതിറ്റാണ്ടുകളായി പ്രചരിക്കുന്നുണ്ട്. ചില അപ്പോളോ മിഷൻസ് ചന്ദ്രൻ്റെ ഡാർക്ക് സൈഡിൽ ഏലിയൻ സ്ട്രക്ചേഴ്സിൻ്റെ എവിഡൻസ് കണ്ടെത്തിയിരിക്കാമെന്ന് കോൺസ്പിറൻസി തിയറീസ് സൂചിപ്പിക്കുന്നു. 1994 ക്ലെമന്റൈൻ മിഷൻ വിചിത്രമായ ചില ചിത്രങ്ങൾ പകർത്തി. അവ ബേസസിനോട് സാമ്യമുള്ള ജിയോമെട്രിക് സ്ട്രക്ചേഴ്സ് റിവീൽ ചെയ്യുന്നുവെന്ന് ചിലർ അവകാശപ്പെടുന്നു. ഇത് ഒരു ഏലിയൻ ഔട്ട്പോസ്റ്റ് ആയിരിക്കുമോ, അതോ ഒരു ആൻഷ്യൻ ഹ്യൂമൻ സിവിലൈസേഷൻ്റെ അവശിഷ്ടമായിരിക്കുമോ? മെയിൻ സ്ട്രീം സയൻറ്റിസ്റ്റ് ഈ അവകാശവാദങ്ങളെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് അല്ലെങ്കിൽ നാച്ചുറൽ ഫോർമേഷൻസ് ആയി തള്ളിക്കളയുന്നുണ്ടെങ്കിലും ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. നമ്പർ 2, അന്യഗ്രഹ ജീവികൾ മനുഷ്യരാശിയെ സ്വാധീനിക്കുന്നുവെന്ന സിദ്ധാന്തങ്ങളുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആൻഷ്യൻ സമേറിയൻ മിത്തോളജിയിലെ ദേവതകളുടെ ഒരു കൂട്ടമായ അനുനാക്കികൾ. ചന്ദ്രൻ അനുനാക്കികളുടെ ബേസ് ആയിരുന്നിരിക്കാമെന്ന് ചില റിസർച്ചേഴ്സ് അനുമാനിക്കുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ചന്ദ്രൻ പെട്ടെന്ന് പിടിച്ചെടുക്കപ്പെട്ടതും അതിൻ്റെ അൺയൂഷ്വൽ ജിയോഫിസിക്കൽ പ്രോപ്പർട്ടീസും അത് അഡ്വാൻസ്ഡ് ബീയിങ്സ് രൂപകൽപ്പന ചെയ്തതാണെന്ന് സൂചിപ്പിക്കാമെന്ന് ഈ തിയറിയുടെ വക്താക്കൾ വാദിക്കുന്നു. ഇനിയൊരു പക്ഷേ എക്സ്ട്രാ ടെറസ്ട്രിയൽ വിസിറ്റേഴ്സിനുള്ള ഒരു സ്ട്രാറ്റജിക് ഔട്ട്പോസ്റ്റ് ആയിരുന്നോ നമ്മുടെ ചന്ദ്രൻ? ഹാർഡ് എവിഡൻസുകളൊന്നുമില്ലെങ്കിലും ഈ തിയറി ഇപ്പോഴും ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. നമ്പർ 3, 2021 നാസയുടെ പെർസെവറൻസ് റോവർ ചൊവ്വയിൽ പകർത്തിയ ഒരു ഫോട്ടോ UFO കമ്മ്യൂണിറ്റിയെ ആവേശഭരിതരാക്കി. ചൊവ്വയുടെ ആകാശത്ത് ഒരു മെറ്റാലിക് ഡിസ്ക് ഷേപ്ഡ് ഒബ്ജക്റ്റ് ചുറ്റിത്തിരിയുന്നതായാണ് ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. ഇത് വെറും ലെൻസ് ഫ്ലെയർ അല്ലെങ്കിൽ ക്യാമറയിലെ ഡസ്റ്റ് ആണെന്ന് സംശയാലുക്കൾ അവകാശപ്പെടുമ്പോൾ മറ്റുള്ളവർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ടെക്നോളജിയുടെ എവിഡൻസ് ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇതിന് നാസ കൃത്യമായ ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നതിൻ്റെ തെളിവാണോ ഈ ഫോട്ടോ, അതോ ലൈറ്റിൻ്റെ ഒരു ട്രിക്ക് മാത്രമാണോ? നമ്പർ 4, ഇനി നമുക്ക് ചൊവ്വയിലെ മോസ്റ്റ് ഡിബേറ്റഡ് ഡിസ്കവറീസിലൊന്നായ മായൻ പിരമിഡ് സ്ട്രക്ചറിലേക്ക് കടക്കാം. നാസയുടെ റോവേഴ്സ് എടുത്ത നിരവധി ചിത്രങ്ങളിൽ ചൊവ്വയുടെ ഉപരിതലത്തിൽ പിരമിഡ് ഷേപ്ഡ് ഫോർമേഷൻസ് കാണാൻ കഴിയും. ഈ സ്ട്രക്ചേഴ്സിൻ്റെ സിമെട്രി ചിലരെ അവയൊരു ആൻഷ്യൻ സിവിലൈസേഷൻ്റെ അവശിഷ്ടങ്ങളാണെന്ന്, ഒരുപക്ഷെ മായൻസുമായി ബന്ധപ്പെട്ടിരിക്കാം എന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു. ഒരു അഡ്വാൻസ്ഡ് എക്സ്ട്രാ ടെറസ്ട്രിയൽ റേസ് ഭൂമിയെയും ചൊവ്വയെയും സ്വാധീനിച്ചിട്ടുണ്ടാകുമോ, അതോ ഇത് പെരൈഡോലിയ, അതായത് നമ്മുടെ ബ്രെയിൻസ് റാൻഡം ഷേപ്സിൽ ഫെമിലിയർ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് മാത്രമാണോ? നമ്പർ 5, 2017 ചൊവ്വയിൽ നിന്നുള്ള ഒരു പെക്യുലിയർ ഇമേജ് ഏലിയൻ എന്തൂസിയാസ്റ്റിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ചൊവ്വയുടെ മണ്ണിൽ ഭാഗികമായി കുഴിച്ചിട്ടിരിക്കുന്ന ക്രാഷ്ഡ് ഫ്ലൈയിങ് സോസറിനോട് സാമ്യമുള്ള ഒരു സർക്കുലർ ഒബ്ജക്റ്റ് ആയിരുന്നു ആ ഇമേജിൽ ഉണ്ടായിരുന്നത്. ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ഷേപ്പും സ്മൂത്ത് എഡ്ജസും ഇതൊരു UFO ക്രാഷ് സൈറ്റ് ആയിരിക്കാമെന്ന ഊഹാപോഹങ്ങൾക്ക് കാരണമായി. ഈ വൈൽഡ് തിയറീസിന് ഇടം നൽകിക്കൊണ്ട് നാസ ഈ വിഷയത്തിൽ മൗനം പാലിച്ചു. ശരിക്കും ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ സ്പേസ് ക്രാഫ്റ്റ് ആയിരിക്കുമോ ഇത്, അതോ ഹോപ്പ്ഫുൾ മൈൻഡ്സ് തെറ്റായി വ്യാഖ്യാനിച്ച മറ്റൊരു റോക്ക് ഫോർമേഷൻ മാത്രമാണോ? ചന്ദ്രനിലെ സീക്രട്ട് ബേസസ് മുതൽ ചൊവ്വയിലെ നിഗൂഢമായ പുരാവസ്തുക്കൾ വരെ പ്രപഞ്ചം റിയാലിറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വെല്ലുവിളിക്കുന്നു. ഇവ വെറും കോയിൻസിഡൻസസ് മാത്രമാണോ, അതോ നാച്ചുറൽ ഫിനോമിനൻസ് ആണോ, അതുമല്ലെങ്കിൽ അതിലും വലിയ ഒന്നിൻ്റെ സയൻസ് ആണോ? ദ ട്രൂത്ത് ഈസ് ഔട്ട് ദർ, വെയിറ്റിംഗ് ടു ബി ഡിസ്കവേർഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.